അല്ല, പെരുമാറ്റത്തിലും കാരുണ്യം നിറഞ്ഞു തുളുമ്പുന്ന മനുഷ്യ സ്നേഹിയ. അത്രയ്ക്കൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ആ, തോന്നില്ല. 10 സെന്റ് ഭൂമി തികച്ചില്ലാത്ത ഒരു ഹെഡ് കോൺസ്റ്റബിളിന്റെ മകന് ഈ വീടും വസ്തുവകകളും ഒക്കെ സ്ത്രീധനം കിട്ടിയതിന്റെ നന്ദി മനസ്സിൽ തോന്നില്ല. തോന്നരുത്. എന്നാലല്ലേ IPS കാരനെ വിലക്കെടുത്ത എന്റെ അച്ഛന് പറ്റിയ തെറ്റ് മനസ്സിലാവത്തുള്ളൂ. ഒന്ന് നിന്നേ. ഗൗരി, നിന്റെ ഒരു സ്ഥിരം പല്ലവിയായിട്ടുണ്ട്. ഞാൻ നിന്റെ അച്ഛനോട് ഒരു നയാ പൈസ പോലും സ്ത്രീധനം ചോദിച്ചിട്ടില്ല. വിശിഷ്ട സേവനത്തിന് സർക്കാരിൽ നിന്നും അവാർഡ് വാങ്ങിയ ഒരു സത്യസന്ധനായ പോലീസുകാരന്റെ മകനാ ഞാൻ. എന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യരുത്. അഭിമാനത്തിന്റെ കാര്യമൊന്നും പറയണ്ട. ഇത്ര വലിയ അഭിമാനിയാണെങ്കിൽ എന്റെ അച്ഛൻ പേരിൽ എഴുതി തന്ന 5 ഏക്കർ തെങ്ങും തോപ്പ് കിട്ടിയ വിലക്ക് വിറ്റത് എന്തിനാ? അന്തസ്സായിട്ട് പെങ്ങളെ കെട്ടിച്ചു വിടണം അല്ലേ? 501 പവനും കാറും കൊടുത്ത് പത്രാസ് കാണിക്കാൻ എന്റെ അച്ഛൻ തന്ന സ്ഥലം വിറ്റ് കാശ് വേണം അല്ലേ? എന്നിട്ട് എന്റെ അച്ഛൻ കരുണയില്ലാത്തവൻ, ദുഷ്ടൻ അല്ലേ? നിന്നോട് സംസാരിച്ചാൽ ശരിയാവില്ല. എന്റെ പെങ്ങളെ കെട്ടിക്കാൻ എനിക്കറിയാം. കെട്ടിച്ചോ? 500 അല്ല 1000 പവൻ കൊടുത്തും കെട്ടിച്ചോ. കാശ് എത്ര വേണമെങ്കിലും ഞാൻ തരാം. പക്ഷേ അഹങ്കാരം കാണിക്കരുത്. ഹരി കാണിച്ചാൽ ഞാൻ സഹിച്ചെന്നിരിക്കും. പക്ഷേ മാനസ എന്നെ ഭരിക്കാൻ വന്നാ അതിന് നിന്ന് കൊടുക്കില്ല ഞാൻ. മുഖത്ത് നോക്കി കാര്യം പറയാവള്. അത് അഹങ്കാരമൊന്നുമല്ല. അല്ലേ? സകല ആണുങ്ങളോടും പെണ്ണുങ്ങളോടും കൂട്ടുകൂടി നടക്കുന്നതിന് ഞാനൊന്ന് ശാസിച്ച എന്നോട് തർക്കുത്തരം പറയുന്നത് അഹങ്കാരമല്ലേ? നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. എന്റെ അനിയത്തെ കുറ്റം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാനൊന്നും പറയുന്നില്ല. ക്ലാസ് ഇല്ലാത്ത ദിവസം ഇന്ന് സെന്റ് ഓഫ് ആണെന്നും പറഞ്ഞു പോയിട്ട് എത്ര നേരമായി? എവിടെ പോയി പുന്നാര പെങ്ങള്? പറ, എവിടെ പോയി മാനസ? മാനസ മക്കളെ, അവളുടെ പേരില് നമ്മൾ ചുമ്മാ ഒരു കഥന പൊട്ടിച്ചാ പോരാ. പൊക്രാനില് പണ്ട് നമ്മൾ പൊട്ടിച്ചൊരു ബോംബുണ്ടല്ലോ, ന്യൂക്ലിയർ ബോംബ്. അതൊരെണ്ണം പൊട്ടിക്കണം ബ്രോസ്. എന്നാലും നമുക്ക് സ്റ്റേറ്റ്സിൽ നിന്ന് മോറട്ടോറിയം ഒന്നും വരില്ല. ബിക്കോസ് ഷീസ് എ ജീനിയസ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അല്ലെങ്കിൽ പിന്നെ സായിപ്പന്മാരുടെ നാട്ടിലിരുന്ന വേണുഗോപനെ അവള് ചാറ്റിങ്ങിലൂടെ സ്വന്തമാക്കൂ. എനിവേ ഫ്രണ്ട്സ്, നമ്മുടെ ചക്കരയുടെ കല്യാണമാണ്. ഇനി കോളേജ് ഡേക്കും ആനുവൽ ഫെസ്റ്റിവലിനും അവൾ ഉണ്ടാവില്ല. നമ്മുടെ കയ്യിൽ നിന്ന് അവള് പോയി. ബട്ട് വൺ തിങ്, ജീവിതമല്ലേ, അവളുടെ ജീവിതം തുടങ്ങാൻ പോവല്ലേ. നമുക്ക് സന്തോഷിക്കാം. വെച്ച് വിളമ്പി കിടക്ക വിരിച്ച് ഒരുത്തന്റെ കൂടെ അവന്റെ ശാഠ്യങ്ങളും തോന്നിവാസങ്ങളും സഹിച്ച് ജീവിക്കാന്ന് പറഞ്ഞ അതൊരു ഹിമാലയൻ കാര്യ. അതിന് അവള് തയ്യാറായിരിക്കുന്നു. ഈ BSc സുവോളജിയിൽ തവളയെ കീറി മുറിച്ച് ഹൃദയം കാണാൻ മാത്രം പഠിച്ച നമുക്ക് ഒരു കൊള്ളാവുന്ന ചെറുപ്പക്കാരന്റെ ഹൃദയം കവർന്ന മാനസയെ വെൽക്കം ചെയ്യാം. അവള് സംസാരിക്കട്ടെ. മാനസ, എല്ലാവരും നിന്നെ കാണാൻ വേണ്ടി നിൽക്കുക. നീ സംസാരിക്കേ. ഒരുപാട് ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട മാനസേ. തല്ലുകൂടുന്ന മാനസേ ഞങ്ങൾക്ക് ഇഷ്ടം. എടേ, ഒന്ന് ചുമ്മാ ഇരിടേ. സത്യത്തില് ശരിക്കും ഞാൻ പ്രയാസപ്പെട്ട് നിൽക്കുക. ഡിഗ്രി പോലും കംപ്ലീറ്റ് ചെയ്യാതെ കോളേജ് വിടുന്നതിന്റെ പാപ്പരത്തും ഒന്ന് ആലോചിച്ച് നോക്കിയേ. പെട്ടുപോയില്ലേടേ. കള്ളം പറയല്ലേ മനസ്സേ. നിനക്ക് ഈ അക്കാഡമിക് സർട്ടിഫിക്കറ്റിനേക്കാൾ വലുത് നിന്റെ വേണുഗോപനാ. അവന് വേണ്ടി ഡിഗ്രി അല്ല, നിന്റെ ഡിഗ്നിറ്റി വരെ വേണ്ടെന്ന് വെക്കും. അയ്യടാ, നാണം വന്നു. പുലിക്കുട്ടി പൂച്ചയാവുന്നു. ചെക്ക, ഇതങ്ങനെ പുതുപ്പെണ്ണിന് നാണമൊന്നും അല്ല. ഈ കോളേജിൽ എത്രയോ പേര് എന്നോട് ഇഷ്ടം പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഹൃദയത്തിലൊരു മർമറിങ് പോലും ആയിട്ടില്ല. ഒരു പക്ഷേ വേണുഗോപൻ അതൊരു നനുത്ത സുഖാടേ. നമ്മൾ ഈ പാതി ഉറക്കത്തിലൊക്കെ ഓർക്കത്തില്ലേ, അങ്ങനെ എന്തോ ഒരിത്. കളിയാക്കല്ലേ. ബി സീരിയസ് ഫ്രണ്ട്സ്.
കലാലയ ജീവിതത്തിൽ നിന്ന് പിൻവാങ്ങി കുടുംബ ജീവിതത്തിലേക്ക് കടക്കുന്ന മാനസയെ നമുക്ക് ആശീർവദിക്കാം, പ്രാർത്ഥിക്കാം. ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു. ഹാപ്പി മാരേജ് ലൈഫ് മാനസ. ഫസ്റ്റ് നൈറ്റ് മുതൽ അങ്ങോട്ടുള്ള ജീവിതം ഒരു നയാഗ്ര വെള്ളച്ചാട്ടമാവട്ടെ. ഒന്ന് പോടാ. വിവാഹ മംഗള ആശംസകൾ. മിനിമം ഒരു 4-5 പിള്ളേരെ ഇതുപോലെ വയറ്റത്തും ഒക്കത്തുമായിട്ടിരിക്കട്ടെ. അയ്യോ, എന്തുവാടോ ഇത്? നിരവധി ജനപ്രിയ പദ്ധതികളിലൂടെ ജനമനസ്സുകളിൽ സ്ഥാനമുറപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീ പി വിജയനായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ അതിഥി. ഒരുപക്ഷെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അനുഭവിക്കാത്ത പീഡനപർവത്തിലൂടെ തീക്ഷ്ണമായ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെയാണ് അദ്ദേഹത്തിന്റെ നിന്റെ അച്ഛന്റെ സ്വഭാവം നന്നാവട്ടെ, എന്നിട്ട് ആലോചിക്കാം. ഇത് ഞാൻ അങ്ങോട്ട് പറയേണ്ട കാര്യമാണ്. എന്റെ സ്വഭാവത്തിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ നല്ല കുടുംബത്തിലെയാ. പിന്നെന്താ, ഞാൻ കുടുംബത്തിൽ പറഞ്ഞല്ലേ. കുറെ കാലമായിട്ട് ഇത് കേൾക്കുന്നു. ഹോ, ദേ. എന്താ ഇത് മൂത്തതാ. ഹായ്, മൂത്തതല്ലാത്തത് കുട്ടിക്ക് നോക്കിയെടുത്തൂടെ? വെണ്ടയ്ക്കൊക്കെ കിലോ എന്താ വില? 24 രൂപ. ഷോ, 1 കിലോ വെണ്ടയ്ക്കൊക്കെ 24 രൂപയോ? എൻഡോസൾഫാൻ സ്പ്രേ ചെയ്ത പച്ചക്കറിക്ക് ലോകത്തെങ്ങും ഇല്ലാത്ത വില. സുലൈമാനിക്ക് ഇതൊരു തരം കളിയാ. ദേ, ഞാൻ കാശ് തന്നില്ലെങ്കിലും വീട്ടിൽ നിന്ന് കാശ് തരുമെന്ന് സുലൈമാനിക്കൊക്കെ അറിയാം. കിലോയ്ക്ക് ഞാൻ 20 രൂപ തരും. ദേ, അതും ഈ വെണ്ടയ്ക്കൊക്കെ. മതിയോ? തക്കാളിക്കും ബീട്രൂട്ടിനും മുതൽ ഇഞ്ചി വരെ. വേറെ കണക്ക് പറയേണ്ടി വരും. ഇവിടെ കുട്ടിക്ക് തരാനായിട്ട് പച്ചക്കറി ഇല്ല. എന്തെങ്കിലും വേണമെങ്കിലേ ഗൗരി ഡോക്ടറോട് വിളിച്ച് പറയാൻ പറ. ഞാൻ വീട്ടിലേക്ക് കൊടുത്തുവിടാം. അതൊന്നും നടക്കത്തില്ല. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങുന്നതേ ഞാനാ. വീട്ടിലെ കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും. എന്തെങ്കിലും ഒന്ന് ചെയ്യേ. 1 കിലോ ഏത്തപ്പഴം. ആ, അതെങ്ങനെയാ? വേറെ കച്ചവടം നടക്കാൻ ഈ കുട്ടി സമ്മതിക്കത്തില്ലല്ലോ. ഞാൻ ഈ കൊച്ചിനെ ഒന്ന് പറഞ്ഞു വിട്ടോട്ടെ. ഞാൻ പോയിക്കോളാം. ദേ, സൂക്ഷിച്ചോ. കീടനാശിനി തെളിച്ച പച്ചക്കറിക്ക് കാശ് കൂടുതൽ വാങ്ങിക്കുന്നതെന്ന് ഞാൻ പരാതി കൊടുക്കും. പിന്നെ ഞാനങ്ങോട്ട് വരുന്നുണ്ട്. ആ മാനസയുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. നിനക്കൊരു ചെറുക്കനെ കൊണ്ട് വരുന്നുണ്ട് ഞാൻ. അങ്ങ് വന്നേര്. എന്റെ പട്ടി വരും കല്യാണം കഴിക്കാൻ. തീ പിടിച്ച വില എന്ന് കേട്ടിട്ടേ ഉള്ളൂ. വല്ലപ്പോഴും ഒരിക്കലും ഒന്ന് തീ പിടിക്കട്ടെ. ഇത് ആശയിൽ തീ പിടിക്കാന്ന് വെച്ചാ? അല്ല സെക്യൂരിറ്റി, നിങ്ങൾ തന്നെ പറ. ഇത് വെള്ളരിക്കപ്പെട്ടണോ? എന്നെ സെക്യൂരിറ്റി ഒന്നും വിളിക്കരുത്. എത്ര തവണ പറഞ്ഞിട്ടുള്ള? ഞാനൊരു പോലീസുകാരനാ. പോലീസുകാരനാണെങ്കിൽ സ്റ്റേഷനിൽ ഇരിക്കണം. ഇത് ചുമ്മാ ഏട്ടന്റെ പുറകെ. അത് ഡിപ്പാർട്ട്മെന്റ് ഓർഡർ അല്ലേ? എന്തായാലും ഈ പണി അത്ര നല്ലതല്ല. രാജു വെച്ച് വീട്ടിലിരിക്കുന്ന ഇതിലും നല്ലത്. രാജി വയ്ക്കുമായിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് എന്റെ മോളെ കാണാൻ പറ്റുമോ? ഏത് മോളെ? എന്റെ വായിന്ന് നിന്റെ പേര് കേൾക്കാൻ വേണ്ടിയല്ലേ? കേൾക്കണ്ട, പറയാതെ എനിക്കറിയാം മോളെ പോലെയാ ഞാനെന്ന്. മൈനച്ചിട്ടെ, ഇതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. അച്ഛനമ്മയെ വീണ്ടും വഴക്കായി. കൊറേ നേരമായി. Can you solve? നോക്കാം. എന്താ കാര്യമെന്ന് ഒരു ഹിന്റ് തരാവോ? ഒന്നുമില്ല, ഈഗോ. ഓക്കെ, നോക്കാം. പച്ചക്കറി എന്ന് വാങ്ങിച്ചു കഴിക്കാന്ന് വിചാരിക്കണ്ട. എല്ലാത്തിനും തീ പിടിച്ച വിലയാ. സ്വർണ്ണം തൂക്കി തരുന്ന പോലെയാ കൊച്ചുള്ളി തൂക്കി തരുന്നത്. കാശുള്ളൊരു ഡോക്ടർ ഇവിടെ ഉള്ളത് കൊണ്ട് കൊള്ളാം. കഞ്ഞി കുടിച്ച് പോന്നു. പിന്നെന്താ ഒരു ഗുണമുള്ളത്? എവിടെ ചെന്നാലും കാശ് കൊടുക്കാതെ സാധനങ്ങൾ വാങ്ങിക്കാം. SP ഹരിശങ്കർ എന്ന് പറഞ്ഞാ ഒന്ന് കിടുങ്ങും പാളയം മാർക്കറ്റ്. നമുക്കല്ലേ അറിയൂ പൂച്ചയാണെന്ന്.
എസ് പിക്കും ഡോക്ടർക്കും ഒക്കെ എന്താ വില? 1 കിലോ ഉള്ളിയേക്കാളും ഡിമാൻഡാ. എന്നാ അത് സ്വയം മനസ്സിലാക്കുന്നുണ്ടോ? ഇല്ല. ഈ ആനയ്ക്ക് ആനയുടെ വില അറിയില്ല എന്ന് പറയും പോലെയാ രണ്ടുപേരും. എന്റെ ഡോക്ടറെ വെയിൽ കൊണ്ട് മടുത്തു. പുറത്ത് 35 ഡിഗ്രി സെൽഷ്യസാ. സ്വന്തം പെങ്ങളല്ലാത്തതുകൊണ്ട് എസ് പിക്ക് എന്നെ ഒരു വിലയുമില്ല. വില വെച്ചില്ലെങ്കിൽ നിനക്കെന്താ? ഞാനില്ലേ ഇവിടെ? എനിക്ക് നിന്നെ ജീവനാ. മൈനെ, നീ ഇല്ലാത്ത പറയരുത്. മാനസയെ നിന്നെ ഞാൻ രണ്ടായിട്ട് കണ്ടിട്ടുണ്ടോ? 2 പെങ്ങന്മാരല്ല, മക്കളാ എനിക്ക്. ഞാൻ പിന്നെന്താ രണ്ടായിട്ട് കണ്ടിട്ടുണ്ടോ? എന്റെ അപ്പു ഇവരും തമ്മില് എനിക്കെന്താ വ്യത്യാസം? മാനസ അഹങ്കാരം കാണിക്കുമ്പോ മാത്രമേ എനിക്ക് ദേഷ്യമുള്ളൂ. അവള് അഹങ്കാരിയാ. അതല്ലേ നമ്മൾ അവളെ കെട്ടിച്ചു വിടുന്നേ. കെട്ടിയോണ്ട് വീട്ടിലേക്ക് പോയാ പിന്നെ നമുക്ക് കാണണ്ടല്ലോ. കാണാതിരുന്നാൽ എങ്ങനെ ശരിയാവും? അന്വേഷിക്കാൻ ആളില്ലാന്ന് വിചാരിക്കില്ലേ അവര്? പറഞ്ഞു വരുമ്പോ അവൾ ആരാ? കളപ്പുരക്കൽ ഗൗരിയുടെ നാത്തൂന. എനിക്കങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ആര് പറഞ്ഞു ഉപേക്ഷിക്കാൻ? നീയല്ലേ ഇത്ര നേരം കുറ്റം പറഞ്ഞു? ഓ, കുറ്റം പറഞ്ഞതല്ല. പെൺപിള്ളേര് നേരത്തും കാലത്തും വീട്ടിൽ വരണം. കല്യാണം തീരുമാനിച്ച പെണ്ണല്ലേ, ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. ദേ, പിണക്കൊക്കെ തീർത്തേ. ഒന്ന് കോംപ്രമൈസ് ആയിക്കേ. കണ്ടോ, ഇത്രേ ഉള്ളൂ. നമുക്ക് കല്യാണം വിളിക്കാൻ പോണ്ടേ? പോണം. അവള് വരട്ടെ. ആ, മാനസ വരും, വേണുഗോപനെ കണ്ടിട്ട്. എന്താ? എന്റെ ഡോക്ടറെ, അവർ പരസ്പരം കണ്ടിട്ടില്ല. വേണു ഒന്ന് കാണണമെന്ന് അവളോട് റിക്വസ്റ്റ് ചെയ്തു. നേരിട്ടൊന്ന് കാണട്ടെ. കാണണമെങ്കിൽ വീട്ടിൽ വന്ന് കണ്ടൂടെ? എന്റെ ഡോക്ടറെ, ഇങ്ങനെ ഓർത്തഡോക്സ് ആവല്ലേ. എന്നോട് പറഞ്ഞിട്ട് അവള് പോയത്. കെട്ടാൻ പോണ ചെറുക്കനല്ലേ, നേരിട്ട് കാണാൻ അവൾക്കൊരാഗ്രഹം ഉണ്ടാവില്ലേ? എങ്ങനെയായിരിക്കുമെന്ന് അവൾക്കൊരു ടെൻഷൻ ഉണ്ടാവില്ലേ? നിനക്ക് ടെൻഷൻ ഉണ്ടോടി? നാച്ചുറലി. വമ്പന്മാരെ മുട്ടുകുത്തിച്ച് നിനക്ക് ടെൻഷനോ? എടി കഴുതേ, ലോകത്ത് ഏറ്റവും കൂടുതൽ പിരിമുറുക്കമുള്ളത് പ്രണയത്തിനാ. എത്ര കുറുമ്പ് കാണിച്ചു നടന്നാലും പ്രണയത്തിന്റെ മുമ്പിൽ വന്ന് സറണ്ടർ ചെയ്തു പോവും. വേണുഗോപനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. നെറ്റിലൂടെ ചാറ്റ് ചെയ്തതിനപ്പുറത്ത് ഐ ഹാവ് നോ ഐഡിയ. കാണട്ടെ. നേരാ, നിന്നെ കാണിച്ച ഫോട്ടോസൊക്കെയും ഫോട്ടോഷോപ്പിൽ കയറി സുന്ദരനാക്കിയതാണെങ്കിലോ? ഒന്ന് പോടി. ഞാൻ വെബ് ചാറ്റില് നേരിട്ട് കണ്ടിട്ടുള്ളതല്ലേ. ആഹാ, എന്റെ കണക്കുകൂട്ടൽ വെച്ചിട്ടാണെങ്കിൽ ഹി ഈസ് ഗ്രേറ്റ്, ഹാൻസം ആൻഡ് ചാർമിംഗ്. Hi. After a long period, I am coming. Hi. Hi. Hello. ഗുഡ് മോർണിംഗ് സർ. ഹലോ. Hello. Hi. Meet Mr. Alexander, General Manager of Metro. Hello. Hello. I am വേണുഗോപൻ, എഞ്ചിനീയർ ആണ്. ഓക്കെ. ഈ മൾട്ടിനാഷണൽ കമ്പനികളിൽ ചെറിയൊരു ഹെൽപ്പർ. അങ്ങനെ പറയരുത് മിസ്റ്റർ വേണുഗോപാൽ. ഐ തിങ്ക് യു ആർ ജീനിയസ്. വെബ്സൈറ്റിൽ ഞാൻ കാണാറുണ്ട്. ഇനി നാട്ടിലുണ്ടാവോ? ഓഫ് കോഴ്സ്. പെണ്ണും പെടക്കൊഴിയായിട്ട് ഇവിടെയാണ് കൂടാം. കല്യാണമാണ്. ഇഷ്ടപ്പെട്ട പെൺകുട്ടിയായിട്ട്. ചെല്ലേ. ഓൾ ദി ബെസ്റ്റ്. ക്യാരി ഓൺ. ഓക്കെ ബൈ.
മാനസ ഹായ്. സ്വപ്നങ്ങളിലും സങ്കല്പങ്ങളിലും ഇത് തന്നെയായിരുന്നു രൂപം. കമ്പ്യൂട്ടർ മോണിറ്റർ കണ്ടതൊന്നും തെറ്റിയില്ല. മാനസിക്ക് എന്ത് തോന്നുന്നു എന്നെ കുറിച്ച്? പ്രതീക്ഷിച്ചിരുന്നു ഈ രൂപം. ഇവിടെ വെച്ച് കാണാന്ന് പറഞ്ഞത് മനഃപൂർവ്വ. വീട്ടിൽ വന്നിട്ട് പ്രതീക്ഷിച്ച ഒരാളല്ല ഞാനും തോന്നിയ എനിക്ക് നാണക്കേടല്ലേ കുടുംബക്കാരുടെ മുമ്പിലെ. ആഹാ, അപ്പൊ ഇതാണ് ആളല്ലേ? സോറി, പരിചയപ്പെടുത്താൻ വിട്ടു. ഇത് മാനസ, എന്റെ ഉഡ്ബിയ. ഇവിടെ കാർമലിൽ ഫൈനൽ ഡിഗ്രിക്ക് പഠിക്കുക. SP ഹരിശങ്കറിന്റെ സിസ്റ്ററാണ്. ആഹാ, ആണോ? അത് ഞാൻ അറിഞ്ഞില്ല. എന്നെ അറിയാം ഹരി സാറിന്. ഞങ്ങള് ഒന്ന് സംസാരിച്ചോട്ടെ? വൈ നോട്ട്? ഞാൻ മാറിത്തരണോ? അയ്യോ വേണ്ട, ഞങ്ങൾ മാറിക്കോളാം. ഓക്കെ. റിച്ച്നെസ് പോരല്ലേ? ഒരു കുഴപ്പമില്ല, ഭംഗിയായിട്ടുണ്ട് അല്ലേ മോളെ? നല്ലതാ. അത് പിന്നെ അച്ഛൻ പറയുന്നതാണല്ലോ മോൾക്ക് വേദവാക്യം. എവിടെയായിരുന്നു നീ ഇത്രയും സമയം? ഞാൻ മൈനയോട് പറഞ്ഞിട്ടാണല്ലോ പോയത്. മൈനയോടല്ലോ, എന്നോട് പറഞ്ഞിട്ടല്ലേ പോവേണ്ടത്? പിന്നെ ഏട്ടത്തിയോട് പറഞ്ഞിട്ട് വേണം എന്റെ ഉള്ള മൂട് കൂടി പോവാൻ. എങ്ങനെയുണ്ടടി വേണുഗോപൻ? മൈന പറഞ്ഞല്ലേ, ഹീസ് വെരി നൈസ് ആൻഡ് സ്മാർട്ട്. നിനക്കിഷ്ടായോ? ഞങ്ങൾ പോയിട്ട് വരാം. വാതിലടച്ച് കുറ്റിയിട്ട് ഇരുന്നോളണം. പുറത്ത് സെക്യൂരിറ്റിയോട് ചോദിക്കാതെ ആര് വന്നാലും ഡോർ തുറക്കരുത്. അയ്യോ, ഈ ഏട്ടത്തിയുടെ വിചാരം ഞാൻ ഇപ്പോഴും കൊച്ചുകുട്ടിയാന്ന്. എന്റെ ഏടത്തി എന്നെ ആരും വന്ന് പിടിച്ചോണ്ട് പോകുന്നില്ല. ആഹാ, നീയും പോവാണോ? പലചരക്കെല്ലാം തീർന്നു. പോരുന്ന വഴി സൂപ്പർ മാർക്കറ്റിൽ കയറണമെങ്കിൽ ഞാനും കൂടെ വേണ്ടേ? അല്ലാതെ കളപ്പുരക്കൽ ഗൗരി ഡോക്ടർക്ക് ഇത് വല്ല അറിയണോ? പോയിട്ട് വരട്ടെ മോളെ. ബൈ ആന്റി. ബൈ. പോയിട്ട് വരാം. വേണുഗോപാൽ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. 3 or 4 പെഗിന്റെ ബലത്തില് എന്തെങ്കിലും ഉപദേശം കൊടുക്കാനുണ്ടോടാ? പെഗിന്റെ ബലത്തിൽ വേണ്ട, അല്ലാതെ മതി. എടാ, ഒരു ഗ്ലാസ് ബിയറിനപ്പുറം പോവാത്ത എന്നോട് നോർമലി എന്തെങ്കിലും ഉദ്ദേശിക്കാനുണ്ടോ? ഉണ്ട്. വൈഫ് ഈസ് ആൻ അൺഅവോയ്ഡബിൾ ഈവിൽ. ഒഴിവാക്കാൻ പറ്റാത്ത കുരിശ്. ഞാൻ പറഞ്ഞതല്ല, സാക്ഷാൽ ബർണാഷ. അതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റത്തില്ല കേട്ടോ. കെട്ടി അനുഭവിക്കേ. എന്തോന്നാ ഫ്രാൻസിസ് ഇത്? ഒരു നല്ല കാര്യത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോ മനസ്സ് മടുപ്പിക്കില്ലേ? എന്റെ പെണ്ണ് പോസിറ്റീവാ. അവളുടെ സ്വഭാവവും ചിന്തകളും ഒക്കെ പോസിറ്റീവാ. തിരിച്ചെനിക്ക് നിന്നോട് ഒരു വാക്കേ പറയാനുള്ളൂ. വാട്ട് എ ലൈഫ് വിത്തൗട്ട് എ വൈഫ്. മാനസ എന്റെ സ്വപ്നമാണ്. എന്റെ മനസ്സിൽ വർഷമായി പിഴുതിറങ്ങിയ പെണ്ണാണ്. എന്റെ മനസ്സറിഞ്ഞിട്ടുണ്ട് അവള്. എന്റെ മനസ്സാ. എന്താ ഏട്ടാ? മോളെ,
ഓരോ വീട്ടിലും ഒരുപാട് സമയം പോയിക്കൊണ്ടിരിക്കുക. ഇനിയും വിളിക്കാനുണ്ട് 4-5 വീടുകള്. കുറച്ച് വൈകും. ഒറ്റയ്ക്കിരിക്കാൻ പേടിയുണ്ടോ? എന്തിനാ ഏട്ടാ പേടിക്കുന്നേ? ഇത് SP ഉള്ളൊരു ഉദ്യോഗസ്ഥന്റെ വീടല്ലേ? ആരെങ്കിലും തിരിഞ്ഞു നോക്കോ? എന്നാ ശരി, വെച്ചോ. ഗൗരി, ഇറങ്ങണ്ടേ? ഞാൻ ഉപദ്രവിക്കില്ല. ഉപദ്രവിക്കാൻ വന്നതല്ല. ഒരു വാക്ക് സംസാരിക്കാൻ എന്നെ ഒന്ന് അനുവദിക്കണം. ഞാനൊരു പാവ, ആരും ഉപദ്രവിക്കില്ല. എന്റെ സർവീസ് ഉപയോഗിച്ച് നിങ്ങൾ അവസാനമായി എപ്പോഴാണ് ഒരു SMS അയച്ചിട്ടുള്ളത്? ഇടയ്ക്ക് അയക്കാറുണ്ട്. കൂടുതലും വാട്സാപ്പും മെയിലും അല്ലേ. പോട്ടെ, ഒരു IST വിളിച്ചപ്പോഴാ? അതിന് സ്കൈപ്പും ടാങ്കോ വൈബറൊക്കെ ഇല്ലേ ചേട്ടാ? നിങ്ങൾക്ക് ഇതൊന്നും അറിഞ്ഞൂടെ? അപ്പോ ടെലികോം കമ്പനി എന്നുള്ള നിലയിൽ എന്റെ ഒരു പ്രൈമറി വരുമാനം അവിടെ തീർന്നു. എനിക്കും പൈസ ഉണ്ടാക്കണ്ടേ? ഇതൊരു ബിസിനസ് അല്ലേ?